Welcome back to another section. ഇത് നമ്മൾ സ്ട്രേറ്റ് ലൈൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We all know straight lines, they plays an important role in our day-to-day life, right? If you look at the picture here, you can see a football pitch, right? ഈ football pitchൽ എത്ര straight lines ഉണ്ടെന്ന് ചോദിച്ചാൽ what will be your answer? Can you answer it? You can see here, എന്റെ നോക്കിയാൽ മതി, there are 17 straight lines in a football pitch. So you know what is a straight line, right? It can be a vertical line, it can be a horizontal line, or it can be inclined at any angle, right? അങ്ങനെയുള്ള ലൈൻസ് ആണ് സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഇനി ഈ സ്ട്രേറ്റ് ലൈൻസിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിന്റെ സം ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റീസ്, അതുകൊണ്ടുള്ള യൂസസ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now, if I ask you another question, you are given with 2 points, okay? Point A and point B. ഈ ഒരു രണ്ട് പോയിന്റ്സ് ഞാൻ ജോയിൻ ചെയ്തിട്ട് എത്ര സ്ട്രേറ്റ് ലൈൻസ് എനിക്ക് വരയ്ക്കാൻ പറ്റും? Is it 1? Is it 2? Is it 3? Or many? What will be our answer? You can see, നമ്മൾ ഈ എയും ബി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ. ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരേ ഒരു സ്ട്രേറ്റ് ലൈൻ മാത്രമേ ഈ എയും ബിയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ പോയിന്റ് എ മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ എ കൂടെ വെർട്ടിക്കലി വരയ്ക്കാം, ഹൊറിസോണ്ടലി വരയ്ക്കാം, ഇൻക്ലൈൻഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. സോ മെനി സ്ട്രേറ്റ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ. പക്ഷേ എയും ബിയും രണ്ട് പോയിന്റ്സ് തരുമ്പോൾ ആ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് യു ക്യാൻ ഡ്രോ ഓൺലി വൺ ആൻഡ് ഓൺലി വൺ സ്ട്രേറ്റ് ലൈൻ. ഇതാണ് ഈ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ബേസിക് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതും. രണ്ട് പോയിന്റ്സ് ഉണ്ട്, ആ രണ്ട് പോയിന്റ്സിനിടയിൽ ഒരു സ്ട്രേറ്റ് ലൈൻ പാസ് ചെയ്യും. ആ സ്ട്രേറ്റ് ലൈനെ നമുക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ടു ഐദർ ടു ദ വൺ സൈഡ് ഓഫ് എ അല്ലെങ്കിൽ ഐദർ ടു ദ വൺ സൈഡ് ഓഫ് ബി, എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നമ്മൾ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാലും ഈ എയും ബിയും ഇൻ ബിറ്റ്വീൻ വരും, അല്ലെ? എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും അപ്പം ആ എയും ബിയും കണക്ട് ചെയ്ത് എപ്പോഴും ഒരേ ഒരു സ്ട്രേറ്റ് ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് എ ബേസിക് ഐഡിയ അബൌട്ട് എ സ്ട്രേറ്റ് ലൈൻ ബിറ്റ്വീൻ 2 points, right? Now, if I ask you, when it comes to a coordinate axis, അതായത് നമ്മളിപ്പം കോർഡിനേറ്റ് ജോമെട്രിയില് വൈ ആക്സിസും എക്സ് ആക്സിസും ഒക്കെ എടുത്ത് നമ്മൾ സ്ട്രേറ്റ് ലൈൻസ് വരയ്ക്കാറുണ്ട്, അല്ലെ? ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രേറ്റ് ലൈനിന്റെ ബിഹേവിയർ വരിക? അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. സപ്പോസ് when the x coordinate of the points are equal ആകുമ്പോൾ how does this line behave? Is it parallel to y axis or is it parallel to x axis? ഒന്ന് തിങ്ക് ചെയ്തേ. ഇപ്പൊ സപ്പോസ് എനിക്കൊരു കോർഡിനേറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 2,3 ഉണ്ടെന്ന് വിചാരിക്കാം. വേറൊരു എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. വേറൊരു കോർഡിനേറ്റ് പോയിന്റ് ഞാൻ എടുക്കുകയാണ് 2,5. അതായത് എക്സ് കോർഡിനേറ്റുകൾ സെയിം ആയിരിക്കണം, 2, 2, 3, 5. ഇനിയും 2,4 അല്ലെങ്കിൽ 2,-3. ഈ പോയിന്റ്സ് എല്ലാം എടുക്കുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ട എന്താണ്? എക്സ് കോർഡിനേറ്റുകൾ ഈക്വൽ ആണ്. ഇങ്ങനെ വരുമ്പം ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പം what can you see? You can see a line which is parallel to y axis as shown in this figure. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോൾ നോക്കിയാൽ 3-1 എന്ന് പറയുന്ന പോയിന്റ്, ഇപ്പൊ നമുക്ക് ഈ ഒരു തന്ന ഫിഗറിൽ നമുക്കറിയാം 3-1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തല്ലോ. ഇറ്റ് കംസ് ഓവർ ഹിയർ, റൈറ്റ്? ഇനി 3-2 ഇവിടെ ആയിരിക്കും വരിക. ഈ രണ്ട് പോയിന്റ്സിനെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് യു ക്യാൻ സീ ദാറ്റ് ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അതാണല്ലോ നമ്മളിപ്പോ മുന്നേ കണ്ട രണ്ട് പോയിന്റ്സ് കിട്ടി. ആ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ആൻഡ് വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദാറ്റ് സ്ട്രേറ്റ് ലൈൻ? ദിസ് ലൈൻ ഇസ് parallel to the y axis, അല്ലെ? ഇറ്റ് ഇസ് parallel to the y axis. നമ്മുടെ y ആക്സിസിനോട് പാരലൽ ആയിട്ടാണ് ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ലൈൻ കിട്ടുക. സോ ദ ലൈൻ ജോയിനിങ് പോയിന്റ് 3-1 ആൻഡ് 3-2 is parallel to the y axis. And what is the peculiarity over here? എക്സ് കോർഡിനേറ്റുകൾ സെയിം ആണ്. അങ്ങനെ ആകുമ്പോഴാണ് ലൈൻ വിൽ ബി പാരലൽ ടു ദ y axis. Now, what can you say about when the y coordinates of the points are equal? Y coordinates equal among, for example, 2,5 minus 2,5 -1,5. ഈ ഒരു പോയിന്റ്സ് നമ്മൾ എടുക്കുമ്പോൾ y കോർഡിനേറ്റ്സുകൾ എല്ലാം ഈക്വൽ ആണ്, അല്ലെ? 5, 5, 5. y കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇനി ഈ ലൈനിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി parallel to the x axis. It's a parallel line to the x axis. അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതിപ്പോ നമ്മുടെ x ആക്സിസും y ആക്സിസും ആണെന്നുണ്ടെങ്കിൽ x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക, റൈറ്റ്? I'll show you the diagram. Yes, this is the diagram. ഇപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ്സ് ഇപ്പൊ എടുത്തിരിക്കുന്നത് -3, 2. It comes over here.
ആൻഡ് 4 2 എന്ന് പറയുന്നത് പോയിന്റ് ഇവിടെ ലൈ ചെയ്യും. ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടുമല്ലോ? ഡെഫിനറ്റ്ലി യെസ്, വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. ഈ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ് അല്ലെ? നമ്മുടെ എക്സ് ആക്സിസ് എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണല്ലോ. ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ വി ക്യാൻ സേ ദാറ്റ് the line joining -3 2 and 4 2 എന്ന് പറയുന്നത് it is a straight line which is parallel to the x-axis. Understood? So x കോർഡിനേറ്റുകൾ സെയിം ആകുമ്പോഴും y കോർഡിനേറ്റുകൾ ഈക്വൽ ആകുമ്പോഴും ഉള്ള കേസ് നമ്മൾ കണ്ടു. Right? Now if the straight line is not parallel to either axis, x-axisനോ y-axisനോ ഒന്നും പാരലൽ ആവാത്ത ഒരു കേസ് ഉണ്ടാവുമല്ലോ അല്ലെ? അതെങ്ങനത്തെ കേസസ് ആയിരിക്കും? which is nothing but your inclined lines. അതായത് ചരിഞ്ഞിരിക്കുന്ന വരകൾ. അതെല്ലാം എന്തായിരിക്കും? നമ്മുടെ എക്സ് ആക്സിസിനോ അല്ലെങ്കിൽ വൈ ആക്സിസിനോ ഒന്നും പാരലൽ ആയിരിക്കത്തില്ല. അത് എപ്പോഴായിരിക്കും അങ്ങനെ വരിക? അതായത് നിങ്ങളുടെ എക്സ് കോർഡിനേറ്റ് നോക്കിയാലും വൈ കോർഡിനേറ്റ് നോക്കിയാലും they all are different. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് വരുന്നു. 2 3 അല്ലെങ്കിൽ 3 5 അങ്ങനെ ഡിഫറെന്റ് പോയിന്റ്സ് ആണ് വരുന്നത്. എക്സ് ആക്സിസിന്റെ എക്സ് കോർഡിനേറ്റ് നോക്കിയാലും ഡിഫറെന്റ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് നോക്കിയാലും ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് യു ഗെറ്റ് എ ലൈൻ സ്ലാന്റഡ് വിച്ച് ഇസ് നോട്ട് പാരലൽ ടു ഐദർ ഓഫ് ദി ആക്സിസ് ആൻഡ് ദ ഡയഗ്രാം വിൽ ബി ഓവർ ഹിയർ. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ പ്ലോട്ട് ചെയ്ത പോയിന്റ് ഒന്നെന്ന് പറയുന്നത് 3 3 എന്ന് പറയുന്നത് ഇവിടെ വരും. ആൻഡ് -2 -1 എന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇതിനെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് നോക്കി. രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ യു ഗെറ്റ് എ സ്ലാന്റഡ് ലൈൻ, ചരിഞ്ഞിരിക്കുന്ന വര. സോ യു ഗെറ്റ് എ സ്ലാന്റഡ് ലൈൻ വിച്ച് ഇസ് നോട്ട് പാരലൽ ടു. ഇത് വൈ ആക്സിസിന് പാരലൽ ആണോ? അല്ല. പാരലൽ ആണെന്ന് പറഞ്ഞാൽ നേരെ അതേപോലെ വെർട്ടിക്കലി ഇരിക്കണം. ഇപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആണോ? അല്ല. അതേപോലെ ഹൊറിസോണ്ടലി ഇരിക്കുന്നുണ്ടോ? ഇല്ല. രണ്ടിന്റെ അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഒരേപോലെ അല്ല വരുന്നത്, പാരലൽ ആയിട്ടല്ല വരുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ സ്ലാന്റഡ് ലൈൻ, or we can say the straight line which is not parallel to either of the axis. Understood? So basic concept മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി നമ്മൾ ഫിൽ ചെയ്ത് അല്ലെ, ആക്സിസുകളിൽ എങ്ങനെ വരുമ്പം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റുകൾ ഡിഫറെന്റ് ആകുമ്പോൾ വൈ കോർഡിനേറ്റ് ഡിഫറെന്റ് ആകുമ്പോൾ when it is both are different cases നമ്മൾ കണ്ടു. റൈറ്റ്? Now let's see the case 1. ഇപ്പൊ നമ്മളിപ്പം ഈ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് നോട്ട് പാരലൽ ടു ഐദർ ആക്സിസിൽ തന്നെ രണ്ട് കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ വാട്ട് ഇസ് എ പെക്യുലാരിറ്റി ഓഫ് ദിസ് ലൈൻ? ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ടാണ് പോകുന്നത് അല്ലെ? യു ക്യാൻ സീ ഇതിങ്ങനെ മുകളിലോട്ടാണ് പോകുന്നത്. ഈ ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ 2 5 മാർക്ക് ചെയ്തിട്ടുണ്ട്, 6 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഹാവ് ഗോട്ട് അനദർ 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ 2 5 6 7ന്റെയും പോയിന്റ്സ് നമ്മൾ എടുക്കുന്നു. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്. ഈ സ്ട്രേറ്റ് ലൈൻ ഇപ്പൊ നമ്മൾ സപ്പോസ് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ എടുക്കുന്നു. ഇവിടെയാണ് 2 5 ആൻഡ് ഇവിടെയാണ് 6 7 എന്ന് വിചാരിക്കുക. ആ 6 7 ഇങ്ങനെയാണ് ഒരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു റൈറ്റ് ട്രയാങ്കിള് ഇവിടെ വരയ്ക്കാമെന്ന് വിചാരിക്കാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഇസ് യുവർ 90 ഡിഗ്രി ആണല്ലോ. യു ക്യാൻ സേ ഹൈപ്പോട്ടന്യൂസ് അറിയാം, പെർപെൻഡിക്കുലർ സൈഡ്സ് അറിയാം അല്ലെ? അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഡെഫിനറ്റ്ലി ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഓരോ സൈഡ് അല്ലെങ്കിൽ സൈഡ് ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കും. ഈ ഒരു പോയിന്റ് നമുക്ക് ഇപ്പൊ നോട്ട് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ ഈ 6 2 എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ പറയുന്ന 6 7 എന്ന് പറയുന്ന പോയിന്റും 2 5 എന്ന് പറയുന്ന പോയിന്റും നമുക്ക് കിട്ടിയല്ലോ. ഇതിന്റെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും വരിക? 6 - 2 യു ഗെറ്റ് ഇറ്റ് ആസ് 4 ആണല്ലോ. ഇനി വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 - 5 ഒന്ന് നോക്കിയേ. 7 - 5 യു ഗെറ്റ് ഇറ്റ് ആസ് 2 അല്ലെ? ആണല്ലോ. അപ്പം ഇതിൽ നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ദ വെർട്ടിക്കൽ സൈഡ്, അതായത് വെർട്ടിക്കൽ സൈഡ് ഇതാണ് 7 - 5 എന്ന് പറയുന്നത് 2ഉം ഇനിയും നമ്മുടെ ഹൊറിസോണ്ടലി നമുക്ക് കിട്ടിയ 4ഉം ആണ്. ദ വെർട്ടിക്കൽ സൈഡ് ഇസ് ഹാഫ് ദി ഹൊറിസോണ്ടൽ സൈഡ്. ആസ് യു ക്യാൻ സീ ഓവർ ഹിയർ, ദ വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് 2 ഇസ് ദി ഹാഫ് ഓഫ് ദി ഹൊറിസോണ്ടൽ സൈഡ്. ഹൊറിസോണ്ടൽ സൈഡ് എത്ര ഡിഫറൻസ് കിട്ടിയ? 4 അല്ലെ? 4 ആണ് കിട്ടിയത്. ഇത് നിങ്ങളുടെ എക്സ് ഡിഫറൻസ് ആണ് കിട്ടുക ആണല്ലോ. ഓർ യു ക്യാൻ സേ ദ ഹൊറിസോണ്ടൽ ഡിഫറൻസ്, ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്ന് വേണേൽ പറയാം. ആൻഡ് വാട്ട് ഇസ് ദിസ്? വെർട്ടിക്കൽ ഷിഫ്റ്റ് അല്ലെ? വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് എത്ര മാറിയാണ് വെർട്ടിക്കൽ ഷിഫ്റ്റ്. ഓർ യു ക്യാൻ സേ ദ വെർട്ടിക്കൽ സൈഡ്, എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പം അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? വെർട്ടിക്കൽ സൈഡിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ് ആൻഡ് ഹൊറിസോണ്ടൽ സൈഡിലെ 4 കിട്ടി. സോ യു ക്യാൻ സേ ഇതേ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും മുകളത്തെ ട്രയാങ്കിൾ, അപ്പർ ട്രയാങ്കിളിലും റൈറ്റ് ട്രയാങ്കിളിലും ഫോളോ ചെയ്യുക ആണല്ലോ. ബിക്കോസ് ഇറ്റ്സ് എ ട്രയാങ്കിൾ ഡെഫിനറ്റ്ലി, റൈറ്റ്? അപ്പം ഈ ഒരു സൈഡിലും ഇവിടെ 4 ആയിരിക്കും,
ഇവിടെ എന്തായിരിക്കും? അത് 2 ആയിരിക്കും. ബിക്കോസ് ഈ പോയിന്റ്സ് എല്ലാം എന്താണ്? ഈ ഒരേ ഒരു ലൈനിലൂടെ, ഇപ്പൊ ലൈൻ ഞാൻ L എന്ന് വിളിക്കുവാണെങ്കിൽ ഈ ലൈൻ L ഫോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വീണ് കിടക്കുന്ന ഓരോ ഡിഫറെന്റ് പോയിന്റ്സ് ആണ് എന്ത്? ഈ പോയിന്റ്സ് എല്ലാം. അങ്ങനെ ആവുമ്പം അതിന്റെ എക്സ് ഡിഫറൻസും വൈ ഡിഫറൻസും ഏതെടുത്താലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? അതാണ് ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിക്കോട്ടെ, വെർട്ടിക്കൽ ലൈൻ ആയിക്കോട്ടെ, ഇനി അതല്ല സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് നോട്ട് പാരലൽ ടു ഐദർ ആക്സിസ്, ഇപ്പൊ കണ്ട കേസ്, ഇതിൽ ഏതെടുത്തെന്ന് പറഞ്ഞാലും നമുക്കിപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്കിപ്പോ പറയാൻ പറ്റും x1 y1 x2 y2 എന്ന് പറയുന്നത് അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് അതിന്റെ വാല്യൂസ് എത്ര ആണെന്നോ ഒന്നും അറിയത്തില്ലെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കറിയാം ഇതിന്റെ ഹൊറിസോണ്ടൽ, അതായത് x1 y1 ഹൊറിസോണ്ടൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 4ഉം ആൻഡ് ഇതെന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് ദീസ് ആർ ഓൾ the points which are lying on the same ലൈനിൽ കിടക്കുന്ന ഡിഫറെന്റ് പോയിന്റ്സ് ആണ്. സോ ആ ലൈനിന്റെ പ്രോപ്പർട്ടി എന്താണോ ഒരിടത്ത് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു അതർ പോയിന്റ്സ് ഓൾസോ. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? നമുക്ക് ഡിഫറെന്റ് പോയിന്റ്സ് ഉണ്ട്. ഇഫ് ദാറ്റ് പോയിന്റ്സ് ആർ ഓൾ ലൈൻ ഓൺ ദ സെയിം ലൈനിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? എല്ലാം സെയിം ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എക്സ് ഡിഫറൻസ് താഴത്തെ ലോവർ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് 4 2 ആണ് എക്സ് ഡിഫറൻസും വൈ ഡിഫറൻസും കിട്ടിയെങ്കിൽ അപ്പർ ട്രയാങ്കിളും അതേപോലെ തന്നെ 4 2 ആയിരിക്കും. ഓക്കെ, സോ യു ക്യാൻ സേ ഫോർ എനി 2 പോയിന്റ്സ് ഓൺ ദ ലൈൻ ജോയിനിങ് 2 5 6 7 the y difference is half the x difference ആണ്. അണ്ടർസ്റ്റുഡ്? ഇഫ് യു ലുക്ക് അറ്റ് അനദർ കേസ്, മുമ്പത്തെ ലൈൻ എങ്ങനെയായിരുന്നു? മുകളിലോട്ട് പോവായിരുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത കേസ് എടുത്തു. when the line is not parallel to either axis but it is lying opposite way, അതായത് താഴോട്ടേക്ക് കിടക്കുവാണ്. അപ്പൊ ഇതിപ്പോ 0.36ഉം അടുത്ത 0.74 ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ രണ്ട് പോയിന്റ്സിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? 3 6 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പോയിന്റ് ആണ്, അടുത്ത പോയിന്റ് 7 4 ആണ്, ആണല്ലോ. അപ്പൊ ഇതാണ് ലൊക്കേഷൻസ് പോയിന്റ്സിന്റെ. അപ്പൊ ഈ സ്ട്രേറ്റ് ലൈനിൽ രണ്ട് താഴെയും മുകളിലായിട്ട് കിടക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് മുമ്പിലത്തെ പോലെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇതിന്റെ ഡിഫറൻസുകൾ എത്ര കിട്ടും? വൈ ഡിഫറൻസ് എക്സ് ഡിഫറൻസും 7 - 3 നോക്കിയേ 4 കിട്ടും. ഇനി 4 - 6 എത്ര ആണ്? -2. മനസ്സിലായോ? 4, അതായത് ഒന്നെങ്കിൽ 7 - 3 എടുക്കുക, അതായത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇതിപ്പം നിങ്ങളുടെ തുടക്കത്തെ x1, y1 ആയിട്ട് എടുത്താല് ഇത് നിങ്ങളുടെ x2, y2 ആയിട്ട് എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ x2 മൈനസ്, ഒന്നെങ്കിൽ x2 മൈനസ് x1 ചെയ്യുക, അല്ലെങ്കിൽ x1 മൈനസ് x2 ചെയ്യുക. അപ്പൊ അതായത് ഓർക്കേണ്ട ഇതാണ്, ഇപ്പം x2 മൈനസ് x1 ആണ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെയാണ് y2 മൈനസ് y1 ചെയ്യേണ്ടത്. അതൊരു കേസ്. അല്ലെന്നുണ്ടെങ്കിൽ x1 മൈനസ് x2 ആണ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ വേണം നമ്മൾ y1 മൈനസ് y2 എടുക്കാൻ. അതായത് ആദ്യത്തെ കോർഡിനേറ്റ് മൈനസ് രണ്ടാമത്തെ കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ അത് തന്നെ പാറ്റേൺ നമ്മൾ വൈക്കും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സൈൻ ഡിഫറൻസ് വരും, നമ്മുടെ ആൻസർ തെറ്റുകയും ചെയ്യും. അപ്പൊ അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്കിപ്പോ 3 6 7 4 ഉണ്ടെങ്കിൽ ഞാൻ 7 - 3 ചെയ്തു, അപ്പൊ എനിക്ക് 4 കിട്ടി. അപ്പം എക്സ് ഡിഫറൻസ് എന്താണ്? 4 കിട്ടി. ആൻഡ് വൈ ഡിഫറൻസ് നോക്കിയേ, 7 - 3 ചെയ്ത്, അതായത് ബാക്ക് x2 - x1, y2 - y1 നോക്കിയേ 4 - 6 -2 ആണ്. അതായത് -2 എന്ന് പറയുമ്പോൾ താഴേക്കാണ്, നെഗറ്റീവ് ആയിട്ടാണ് പോകുന്നത് അല്ലെ. അതായത് എക്സിന്റെ വാല്യൂ 4 ആയിട്ട് കൂടുമ്പോൾ വൈയുടെ വാല്യൂ 2 ആയിട്ട് ഡിക്രീസ് ആയെന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നത്, ആണല്ലോ. അതായത് ഈ ലൈനിന്റെ സ്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് താഴേക്കാണ് ഈ ലൈൻ പോകുന്നത് അല്ലെ. ലൈൻ്റെ 3 6 മാർക്ക് ചെയ്തു, 7 4. അപ്പൊ താഴേക്കാണ്, ഒരു മല ഇറങ്ങി വരുന്നു, ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഹില്ല് നമ്മൾ ഇറങ്ങി വരുന്നു, താഴേക്കാണ് പോകുന്നത്. സോ അപ്പൊ എന്തായിരിക്കും? ഒന്നിന് എതിരായിട്ടായിരിക്കും. അതായത് എക്സ് കൂടുകയും വൈ കുറയുകയും ചെയ്യുന്ന പാറ്റേൺ ആയിട്ടാണ് വരുന്നത് അല്ലെ. നമ്മൾ മുമ്പേ കണ്ടത് എക്സ് കൂടുന്ന അനുസരിച്ച് എന്താണ്? വൈയും കൂടി അല്ലെ. എക്സിന്റെ വാല്യൂ 4 ആയിട്ട് കൂടിയപ്പോഴത്തേക്കിന് വൈ 2 ആയിട്ട് കൂടി, എന്തായാലും കൂടിയതാണ് ചെയ്തത്, ഇൻക്രീസിങ് ആണ് ഉണ്ടായത്. അപ്പൊ ഇപ്പോഴത്തെ കേസിലോ താഴേക്കാണ് ലൈന്, അപ്പൊ അതിന്റെ പെക്യുലാരിറ്റീസ് മാറും. അതായത് എക്സ് കൂടുകയും വൈ കുറയുകയും ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം
ഇനി അതല്ല 3 - 7 എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ -4 എന്ന് പറഞ്ഞു വരും. 6 - 4 എന്ന് പറയുന്നത് 2 +2. ഇപ്പൊ നമുക്ക് സൈൻ അതായത് ഒന്ന് കൂടുകയോ ഒന്ന് കുറയോ എന്നുള്ളത് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുമല്ലോ. അതായത് നിങ്ങൾക്ക് പറയാം ഫോർ എനി 2 points on the line 3, 6 and 7, 4, the x coordinate increases by 4 and y coordinate decreases by 2 എന്ന് നമുക്ക് പറയാൻ പറ്റും ആണല്ലോ. അപ്പൊ ഈ ഒരു രണ്ട് കേസ് ഇന്ന് നമുക്ക് എന്താണ് ജനറലി നമുക്ക് പറയാൻ പറ്റുന്നത്? Generally, ഒരു straight line which is not parallel to either axis, there is a general rule. എന്താണ് റൂള്? In any line not parallel to either axis, the change in y coordinate is the product of the change in x coordinate with a fixed number. അതായത് y കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, അതായത് ഞാനിപ്പോ ചേഞ്ച് ഇൻ y എന്ന് പറയാണ്, ഇപ്പൊ ഡെൽറ്റ y എന്ന് വിളിക്കാന്ന് വിചാരിക്കും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ദി ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റിൽ ചേഞ്ച് ഇൻ ഡെൽറ്റ എക്സ്. ഡെൽറ്റ റെപ്രസെന്റ്സ് ചേഞ്ച് ഇൻ എക്സ്. ഇപ്പൊ 3 മാറി അല്ലെങ്കിൽ 2 കുറഞ്ഞു 2 കൂടി, അത് ചേഞ്ച് ആണല്ലോ, എക്സ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്. അപ്പം ആ ചേഞ്ചിന്റെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇടുന്നതാണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു വിത്ത് എ ഫിക്സഡ് നമ്പറുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് നമ്പർ ആവാം, ചിലപ്പോൾ നെഗറ്റീവ് നമ്പറും ആവാം, ചിലപ്പോൾ അത് 0യും ആകാം. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അല്ലെങ്കിൽ തരുന്ന ലൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ മോളോട്ട് പോകുന്ന ലൈൻ ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, താഴേക്ക് പോകുന്ന ലൈൻ ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനിയും അതല്ല പാരലായിട്ടൊക്കെ കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ആ ഒരു ഫിക്സഡ് നമ്പർ വരിക. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏതെങ്കിലും ഒരു ലൈന് വിച്ച് ഇസ് നോട്ട് പാരലൽ ടു എക്സ് ആക്സിസോ വൈ ആക്സിസോ അല്ലാത്ത ലൈൻസ് വരുമ്പം അതിന്റെ വൈ കോർഡിനേറ്റ് ചേഞ്ച് എപ്പോഴും എക്സ് കോർഡിനേറ്റ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഹൗ? ഇറ്റ് ഈസ് ദി product of the change in x coordinate with a fixed number, and that fixed number can be positive, negative or 0. Now ഇതിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ റീഫ്രേസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇൻ എനി ലൈൻ നോട്ട് പാരലൽ ടു ദി ഐദർ ആക്സിസ് ദ ചേഞ്ച് ഇൻ y is proportional to change in x. അതായത് പ്രൊപ്പോർഷണൽ വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എക്സിന് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഞാൻ പറഞ്ഞു ഈ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ് കൂടുമ്പോൾ വൈയും കൂടാം. ഓക്കെ, അതും പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണ്. ഇനി എക്സ് കൂടുമ്പോൾ വൈ കുറയുകയും ചെയ്യാം, അതും ഒരു ചേഞ്ച് ആണ്. ഇൻവേഴ്സ് ആയിട്ട് വരും. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സ് കൂടുന്നതനുസരിച്ച് വൈയും കൂടും, ഇനി എക്സ് കൂടുന്നതനുസരിച്ച് വൈ കുറയുകയും ചെയ്യാം. ഇനി അതല്ല എക്സ് കുറയുന്നതനുസരിച്ച് വൈ കൂടും, അതായത് മാറിയും മറിച്ചും ഒക്കെ ആയിട്ട്. അപ്പം ആ രീതിക്ക് വരുന്ന ഒരു കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ ജനറലി നമ്മൾ പറയുവാണെങ്കിൽ ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. when a line is not parallel to either axis, the change in y is proportional to the change in x. Understood? Now let's see the next very important concept that is related to the straight line, which is nothing but slope. ഇപ്പൊ നമ്മൾ കണ്ട പോയിന്റില് നമ്മളിപ്പം ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ടു വിച്ച് ഇസ് നോട്ട് പാരലൽ ടു എക്സ് ആക്സിസ്. നമ്മളിപ്പോ എന്താ ഒരു സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ് എടുക്കാത്ത കാര്യം? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് സ്ലോപ്പ് ഇല്ല. അതായത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈന് സ്ലോപ്പ്, നിങ്ങൾ സാധാ ന്യൂമാൻസ് നമ്മളൊരു നോർമൽ പീപ്പിളിനെ പോലെ ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൈന് നമ്മൾ സ്ലോപ്പ് ഉണ്ടെന്ന് പറയോ? ഇല്ല. നമ്മളിപ്പോ വീടുകളുടെയൊക്കെ മേൽക്കൂരയൊക്കെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണെങ്കിൽ നമ്മൾ പറയാം ആ സ്ലോപ്പ് കണ്ടോ, ഇല്ലെങ്കിൽ ഒരു ഹിൽ സൈഡിൽ കൂടെ വരുമ്പോൾ നമ്മൾ പറയും ഭയങ്കര സ്ലോപ്പ് ഉള്ള ഹില്ലാണെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതെന്താണ്? ചരിഞ്ഞിരിക്കുന്നു എന്നാണ്. അതേ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ മാത്സിലും വരിക. അതായത് വിത്ത് റെസ്പെക്ട് ടു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ സംസാരിക്കുക സ്ലോപ്പ് എന്ന് പറയുമ്പോൾ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് 2 പോയിന്റ്സ് ഉണ്ട് ഈ സ്ട്രേറ്റ് ലൈനിൽ, x1 y1 ആൻഡ് x2 y2. ആൻഡ് റിമെമ്പർ ദി സ്ട്രേറ്റ് ലൈൻ ഇസ് നോട്ട് പാരലൽ ടു ഐദർ ഓഫ് ദി ആക്സിസ്. ആ കണ്ടീഷനെ നമുക്ക് സ്ലോപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ x ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? It is nothing but same as the horizontal shift, and y difference എന്ന് പറയുന്നത് it is nothing but the vertical shift അല്ലെ. ഈ y difference പറയുന്നത് എന്താണ്? y2 minus y1 ആണല്ലോ. ഇനിയും x difference എന്ന് പറയുന്നത് എന്താണ്? x2 minus x1. ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്ന ഇത്ര എന്താണ്? x2 minus x1 ഇവിടം വരെ. ഇനി y2 minus y1 ഇവിടം തൊട്ട് മോള് വരെ ഉള്ളതാണ് y2 minus y1 എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇത് y difference എന്നോ അല്ലെങ്കിൽ vertical shift എന്നോ എന്ത് വേണമെങ്കിലും പറയാം. Now, when you got this vertical shift and horizontal shift, just divide the vertical shift by horizontal shift. കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. Or you can say in other words, slope is nothing but it is the
y difference divided by the x difference. എത്ര y difference കിട്ടുന്നു അതേ divided by എത്ര x difference കിട്ടുന്നു. ഹൊറിസോണ്ടലി നോക്കാം, വെർട്ടിക്കലി divided by horizontally ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് your slope എന്ന് പറയുന്നത്. Understood? Now let's see the mathematical definition. Okay. അപ്പൊ സ്ലോപ്പിനകത്ത് നമ്മൾ കണ്ടത് നേരത്തെ പടം തന്നെയാണ്. x1 y1 x2 y2 മാർക്ക് ചെയ്തിട്ടുണ്ട്, x ഡിഫറൻസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, y ഡിഫറൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. Now ഈ y ഡിഫറൻസ് ഒന്നുകൂടെ ഞാൻ ഇവിടെ എഴുതി വെക്കാണ്. y2 മൈനസ് y1 ആയിരിക്കും. ഇനി x ഡിഫറൻസ് പറയുന്നത് x2 മൈനസ് x1 ആണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് x കോർഡിനേറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? Now you have here x1 y1 and x2 y2. അപ്പം y2 നെ ഇവിടേക്ക് എഴുതുന്നു. അപ്പം ഞാൻ പറഞ്ഞു vertical shift, what is the definition അല്ലെങ്കിൽ for equation of a slope? Slope എന്ന് പറയുന്നത് എന്താണ്? Slope is nothing but your y difference divided by x difference എന്നാണ് അല്ലേ? അപ്പൊ ഈ what is the y difference over here? Y difference എത്രയാണ്? y2 minus y1. അതാണല്ലോ ഈ മോളിൽ ന്യൂമറേറ്ററിൽ എഴുതിയേക്കുന്നത്. യെസ്, divided by x difference. What is x difference? x2 minus x1. അതാണല്ലോ ഇവിടെ എഴുതിയേക്കുന്നത്. Yes. So what is the equation for slope? Slope m എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചിലപ്പം ചിലടത്ത് വേറെ ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഫോർ ദ ടൈം ബീങ് മിക്ക ഇടത്തും നമ്മൾ എം എന്നാണ് പറഞ്ഞ് സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാനും ഇവിടെ എം എന്നാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. എം എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. സ്ലോപ്പിനെ നമ്മൾ എങ്ങനെയാണ്, വാട്ട് ഇസ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ? y2 മൈനസ് y1 divided by x2 minus x1. ഇനി ഞാൻ പറഞ്ഞു ഈ y ഡിഫറൻസിൽ ഞാൻ y1 മൈനസ് y2 എന്ന് പറഞ്ഞ് എഴുതിയാൽ തെറ്റുണ്ടോ? തെറ്റില്ല. only because താഴെ നിങ്ങളുടെ x1 മൈനസ് x2 എന്ന് പറഞ്ഞ് എഴുതണം. കാര്യം നമ്മൾ ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇത് x1 മൈനസ് x2 ആയിട്ട് മാറും. മുകളിലും ഇതേപോലെ തന്നെ മൈനസ് ഓഫ് y1 മൈനസ് y2 എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഈ മൈനസും മൈനസും കട്ടായി പോവും. You get it as y1 minus y2 and x1 minus x2. അതും സെയിം ആണ്. അപ്പം ഓർക്കേണ്ട ഇത്രയാണ്, ഓർഡർ എടുക്കുന്നത് ഒരേപോലെ എടുക്കണം. x1 നിന്ന് x2ലോട്ടാണ് പോകുന്നതെങ്കിൽ y1 നിന്നും y2ലോട്ടേ പോകാവൂ. അതല്ല y2 മൈനസ് y1 ബാക്ക്വേർഡ്, സെക്കൻഡ് മൈനസ് ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ എക്സിന്റേതും സെക്കൻഡ് മൈനസ് ഫസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ഒന്ന് 1 നിന്ന് 2ലോട്ട് പോയി ഒന്ന് 2 നിന്ന് 1ലോട്ട് ഡിഫറൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും. കാരണം ഇറ്റ്സ് സബ്ട്രാക്ഷൻ അല്ലേ? ഇപ്പൊ സബ്ട്രാക്ഷൻ ആകുമ്പോൾ നെഗറ്റീവ് സൈൻസ് വരും. ആ നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിലും അത് അഫക്റ്റഡ് ആവും. നമ്മുടെ സ്റ്റെപ്സ് എല്ലാം തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കംഫർട്ടബിൾ സെക്കൻഡ് കോർഡിനേറ്റ് മൈനസ് ഫസ്റ്റ് കോർഡിനേറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ എല്ലായിടവും ചൂസ് ചെയ്തെടുക്കാം. അണ്ടർസ്റ്റുഡ്? അതല്ലെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓർക്കാനുള്ള ഒരു സിമ്പിൾ ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. അതായത് എങ്ങനെ ഈ സ്ലോപ്പ് ഓർക്കാനുള്ള, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു റൈസ് ബൈ റൺ. വാട്ട് ഈസ് ദാറ്റ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു റൈസ് ബൈ റൺ. റൈസ് എന്ന് വെച്ചാൽ എന്താ? മുകളിലോട്ട് എന്നുള്ള മീനിങ്. റൈസ് എന്നേക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, റൈസിങ് അപ്പ് എന്നുള്ള മീനിങ്. അത് മുകളിലോട്ട് പോകുന്നു. അതായത് വൈ ഡിഫറൻസ് എടുക്കുക. റൈസ് ബൈ റൺ. റൺ എന്ന് പറഞ്ഞാൽ we have to run it. അതായത് ഹൊറിസോണ്ടലി റൺ ചെയ്യുന്നു എന്നുള്ള ആ ഒരു മീനിങ് വെച്ചിട്ട്, അതായത് ഒരാൾ ഇവിടെ ഉണ്ട്, ഇവിടുന്ന് നമ്മൾ റൺ ചെയ്യുന്നു, ഓടി ഓടി ഇങ്ങോട്ട് പോകുന്നു. ആൻഡ് റൈസ് മീൻസ് ഹി ഹാസ് ടു ഹെഡ് അപ്പ് അല്ലെ? മുകളിലോട്ട് ഹെഡ് അപ്പ് ചെയ്യണം. അതായത് ഇപ്പൊ ഇയാളുടെ ഒരു വീട് ഇവിടെ ഉണ്ട്, അടുത്ത ആളുടെ വീട് ഇവിടെയാണ്. ഇവിടുന്ന് ഇങ്ങനെയും പോകാം, അതല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയും മുകളിലോട്ടും പോകാം അല്ലെ? രണ്ട് ഡയറക്ഷനിലും പോകാലോ. സോ ആ റൈസ് ബൈ റൺ ആണ് വാട്ട് ടു മീൻ ബൈ ദാറ്റ് സ്ലോപ്പ്. ഓക്കെ, സോ this is nothing but slope is equal to, നമ്മൾ ഇങ്ങനെയാണ് ഓർക്കാൻ വേണ്ടി ഓർത്ത് വെക്കുന്ന ഒരു കീ നോട്ട് പോലെ നിങ്ങൾക്ക് ഓർക്കാം. റൈസ് ബൈ റൺ. റൈസ് ബൈ മീൻസ് ഡിവൈഡഡ് ബൈ എന്നുള്ള. അപ്പൊ ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസിങ് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് ഒരിക്കലും സ്ലോപ്പ് എന്താണെന്നുള്ളത് തെറ്റിപ്പോകത്തില്ല. റൈസ് ബൈ റൺ, both are r. Okay, so slope is equal to rise by run ചെയ്തിട്ടുണ്ടെങ്കിൽ we will get, അതിന്റെ mathematical equation നമ്മൾ കണ്ടു. I am repeating it again. Slope എന്ന് പറയുന്നത് y2 minus y1 by x2 minus x1 ആണ്. That is actually what? The y difference divided by the x difference ആണ്. And we have seen the mathematical equations also. Right. Now, let's see one problem. So ഇവിടെ നമുക്ക് ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. 3 ലൈൻസ് തന്നിട്ടുണ്ട്. Namely L1, L2 and you can see L3. Okay, 3 ലൈൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം L1 ലൈൻ എന്ന് പറയുന്നത് ഏതൊക്കെ പോയിന്റ്സിനെ
ഏതൊക്കെ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്തിട്ടാണ്, ഏതൊക്കെ L1 എന്ന് പറയുന്നത് ഏതൊക്കെ പോയിന്റ്സിനെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്, -2 1നെയും 0 2വിനെയും ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. സോ ദിസ് ഇസ് യുവർ x1 and this is your y1 and this is your x2 and this is your y2 ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാമല്ലോ. ഹൗ ടു ഫൈൻഡ് y2 minus y1 divided by x2 minus x1. എപ്പോഴും ഇക്വേഷൻസ് എഴുതി വെച്ചോളുക. ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ഉണ്ടാവുന്നതാണ്. ഒരിക്കലും ഇക്വേഷൻ എഴുതാതെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യരുത്. കറക്റ്റ് ഇക്വേഷൻ സ്ലോപ്പിന്റെ എഴുതുക, എഴുതിയിട്ട് അതിലേക്കാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഇസ് y2 over here? y2 is 2. So 2 minus what is y1? 1 divided by what is x2? 0 minus what is x1? -2 ആണല്ലോ, -2. So what is the answer over here? 2 minus 1 is 1 divided by 0 minus of -2, which will be +2. So what is the slope over here? Slope of this line is equal to 1/2. Correct ആണോ? Yes. ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ പോയിന്റ്സിനെ -2 1നെ x1 y1 പകരം x2 y2 എന്ന് എടുക്കാം. 0 2നെ x1 y1 ആയിട്ടും എടുക്കാം. അതായത് നിങ്ങൾക്ക് ഇന്റർചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ പോയിന്റ്സിനെ എടുക്കാം. പക്ഷെ എടുക്കുമ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, y2 minus y1 ആണ് ചെയ്യുന്നതെങ്കിൽ x2 minus x1 തന്നെ ചെയ്യണം. കാര്യം നമ്മൾ ഡിഫറൻസ് ആണ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ സൈൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആൻസറിനെ അഫക്റ്റ് ചെയ്യും, ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് 2ന്ന് ഫസ്റ്റിലോട്ട് ഏത് പോയിന്റ്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് L2 കണ്ടുപിടിക്കണം. അപ്പം ഇത് ഏതൊക്കെ പോയിന്റ്സിനെയാണ് ജോയിൻ ചെയ്യുന്നത്? 2 1 എന്ന് പറയുന്ന പോയിന്റിനെയും 4 3 എന്ന് പറയുന്ന പോയിന്റിനെയാണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തോ, ഇത് വേണം നമ്മുടെ x1 ആയിട്ട് എടുക്കാം. ഓക്കെ, 4 3നെ x1 y1 ആൻഡ് 2 1 എന്ന് പറയുന്നത് x2 y2 എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പോയിന്റ്സ് ഇന്റർചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരിക്കലും എന്താ പറയാ ആൻസർ തെറ്റത്തില്ല. പക്ഷെ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? y2 minus y1 divided by x2 minus x1. What is y2 over here? Which is your 1 minus y1 എന്താണ്? 3 divided by x2 എന്താ? 2 minus x1 എന്താ? 4. 1 minus 3 minus 2 divided by 2 minus 4 minus 2. അപ്പൊ മൈനസും മൈനസും കട്ടായി, 2 കട്ടായി, you get it as 1. So the slope of L2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇപ്പൊ നമ്മൾ പോയിന്റ്സ് ഇന്റർചേഞ്ച് ചെയ്താലും what you will get? 4 minus 2 പിന്നെ 3 minus 1 എന്നൊക്കെ പറഞ്ഞു തന്നെയായിരിക്കും വരിക. അപ്പൊ x1 y1 x2 y2 എടുക്കുന്നത് എങ്ങനെ വേണേലും എടുക്കാം. ബട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ y2 minus y1 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ x2 minus x1 തന്നെ എഴുതണം, അല്ലാതെ അത് x1 minus x2 എന്ന് എഴുതരുത്. മനസ്സിലായോ? അതെ, ഒന്നുകൂടെ കാണിക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 minus y1 divided by x2 minus x1. അടുത്തൊരു ഇക്വേഷൻ ഞാൻ എഴുതുന്നു, y1 minus y2 divided by x2 minus x1. അടുത്തൊരു ഇക്വേഷൻ എഴുതുന്നു, y1 minus y2 divided by x1 minus x2. ഞാനിപ്പോ ചോദിക്കുവാണ് ഇതിലെ ഏത് ഇക്വേഷൻ ഓഫ് സ്ലോപ്പ് ആണ് കറക്റ്റ് എന്നുള്ളത്. ഇപ്പൊ y2 minus y1 by x2 minus x1 നമ്മളിപ്പോ കണ്ടതാണ്. ദിസ് ഇക്വേഷൻ ഇസ് കറക്റ്റ്. y1 minus y2 by x2 minus x1, ഇസ് ഇറ്റ് കറക്റ്റ്? തെറ്റാണ്. കാരണം ഇത് 1ന്ന് 2ലോട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, ഇത് 2ന്ന് 1 ആണ്. അത് പോസിബിൾ അല്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും എന്നാണ് പറഞ്ഞത്. ഇനി y1 minus y2 by x1 minus x2, അത് പോസിബിൾ ആണ്. കാര്യം നെഗറ്റീവ് രണ്ടിലും കോമൺ നമ്മൾ വരുന്നു, അത് ക്യാൻസൽ ആയി പോകും. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? അതായത് 1ന്ന് 2ലോട്ട് എടുക്കുവാണെങ്കിൽ താഴെയും 1ന്ന് 2ലോട്ട് തന്നെ വേണം. ഓക്കെ, സോ മോളത്തേത് 2ന്ന് 1ലോട്ടാണ്, അതേ പാറ്റേൺ തന്നെ ആയിരിക്കണം താഴെ എടുക്കുന്നത്. ഡിഫറൻസ് ഒന്നും വരത്തില്ല. നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് ഓഫ് L3 കണ്ടുപിടിക്കാമല്ലോ. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 2 minus 2 ആയിട്ട് എടുത്തു. നെക്സ്റ്റ് പോയിന്റ് 4 2 ആയിട്ട് എടുത്തു. And this is your x1 and this is your y1 and this is your x2 and this is your y2. So slope എന്ന് പറയുന്നത് you can use the formula y2 minus y1, 2 minus, I am more comfortable with that equation. So y2 minus y1 എന്താണ്? -2 ആണ്, divided by x2 എന്താണ്? 4 minus x1 എന്ന് പറയുന്നത് 2 ആണ്. So 2 minus of -2 you get it as 4 divided by 4 minus 2 is 2.
and you get the answer as slope as 2. So ഇതിന്റെ സ്ലോപ്പ് എത്രയാണ് വരുന്നത്? L3യുടെ സ്ലോപ്പ് is equal to 2 എന്ന് പറഞ്ഞിട്ടാണ്. സ്ലോപ്പ് ഹാഫ് വരുന്നുണ്ട്, സ്ലോപ്പ് 1 വരുന്നുണ്ട്, ആൻഡ് സ്ലോപ്പ് 2 വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കി തന്നെ അറിയാം ആ ഒരു ലൈനിന്റെ ചരിവ് ഇതിങ്ങനെ ഇരുന്നു, അടുത്തത് കുറച്ചുകൂടെ മാറി, ഇപ്പൊ ഡിഫറെന്റ് ലൈൻസ് ആണ് അല്ലെ? അതാണ് ഇതിന്ന് സ്ലോപ്പ് മാറിയാൽ ലൈൻസിന്റെ ആ ഒരു ഇൻക്ലിനേഷനും മാറും. മനസ്സിലായോ? Now let's see another question. Observe the figure given below. Find the slope of the line joining 2 points 3, 5 and 6, 7. Hence find the y-coordinate of the point P. ഇപ്പൊ ഇവിടെ 3, 5, 6, 7 എന്ന് പറയുന്ന ലൈനെ ജോയിൻ ചെയ്തിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആൻഡ് ഇവിടെ ഒരു അൺനോൺ പോയിന്റ് ഉണ്ട്. പോയിന്റിൽ P എന്നാണ്. Pയിലെ 4 എന്ന് പറയുന്ന x കോർഡിനേറ്റ് അറിയാം, but we don't know the y coordinate. So അതും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. So first is to find the slope. So slope എങ്ങനെയാ കണ്ടുപിടിക്കുക? We have y2 minus y1 divided by x2 minus x1. And what is y2? ഇപ്പൊ ഞാൻ ഇതിനെ നമ്മുടെ പോയിന്റ് 3, 5ഉം ആൻഡ് അവർ പോയിന്റ് 6, 7 താരെ എഴുതി വെച്ചോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും. അപ്പം y കോർഡിനേറ്റ് തമ്മിൽ കമ്പയർ ചെയ്തേ. 7 minus 5 divided by, അതായത് 7 ആണ് എന്റെ y2 എങ്കിൽ ഇത് x2 ആയിരിക്കും, ഇത് x1 ആൻഡ് ദിസ് ഈസ് y1. അപ്പൊ ഇങ്ങനെ താരെ എഴുതി വെക്കുമ്പോൾ y ഒരുമിച്ച് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ? 7 minus 5 ആൻഡ് ഹിയർ 6 minus 3 ആൻഡ് I got it as 2 by 3 എന്ന് പറഞ്ഞു കിട്ടും. The slope of this line is 2 by 3 ആണല്ലോ. Now you know ഈ ഒരു പോയിന്റ് P എന്ന് പറയുന്നത് ഈ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ആണല്ലോ. അപ്പം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് അല്ല, സോ ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് എടുത്താൽ എന്തായിരിക്കും? ആ സ്ലോപ്പ് 2 by 3. അതായത് ഈ ഒരു ലൈനില് ഏത് ഞാൻ പോയിന്റ് എടുത്താലും, ഡിഫറെന്റ് പോയിന്റ് എടുത്താലും, ആസ് ഫോർ ആസ് ആ ഒരു പോയിന്റ് ആ സെയിം ലൈനിൽ തന്നെ ലൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്ലോപ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അതായത് ഇപ്പൊ ഞാൻ പോയിന്റ് എന്റെ x1 y1 എന്ന് പറയുന്നത് എന്റെ പോയിന്റ് 3, 5ഉം എന്റെ x2 y2 എന്ന് പറയുന്നത് എന്റെ ഈ അൺനോൺ പോയിന്റ് 4 ആൻഡ് ലെറ്റ് ഇറ്റ് ബി y ആണെങ്കിൽ ഇതിന്റെ ഈ 2 പോയിന്റുകളെ കണ്ടിട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഈ 2 പോയിന്റ് ഇടയ്ക്കത്തെ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഇതിന്റെ സ്ലോപ്പും എന്തായിരിക്കും? വിൽ ബി 2 by 3 ആയിരിക്കും. കാര്യം they all are lying on the same line. സെയിം ലൈനിലാകുമ്പോൾ ആ പ്രോപ്പർട്ടി അതിനും സാറ്റിസ്ഫൈ ആവുന്നതാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമുക്ക് ചിലപ്പോൾ ചോദിക്കും പോയിന്റ്, ചിലപ്പം ലൈനിൽ പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിരിക്കും ഈ ഇവിടെ ചോദിച്ച പോലെ ചോദിക്കുക. ചിലപ്പോൾ തരുന്നത് നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടാകും, വെദർ യു ഹാവ് ടു ഫൈൻഡ്, നിങ്ങൾക്ക് സ്ലോപ്പ് തരും ആൻഡ് വെദർ യു ഹാവ് ടു ഫൈൻഡ് അനദർ പോയിന്റ് കണ്ടുപിടിക്കണം, അത് ആ ലൈനിലാണോ ലൈ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ഇപ്പം ലൈനിലാണ് ലൈ ചെയ്യുന്നത് തന്നിട്ടുണ്ട്, ബട്ട് വി ഡോണ്ട് നോ ദ y കോർഡിനേറ്റ്. അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സെയിം സ്ലോപ്പിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് സ്ലോപ്പ് ഓൾറെഡി നമുക്കറിയാം 2 by 3 ആണെന്നുള്ളതാണല്ലോ. 2 by 3 is equal to y2 minus y1. അതായത് y minus 5 divided by x2 minus x1 എന്താണ്? 4 minus 3. What you will get? 2 by 3 is equal to y minus 5 divided by 4 minus 3 is 1. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. You get 2 is equal to 3 into y minus 5, or 2 is equal to 3y minus 15, or 15 plus 2 is 17 is equal to 3y, or y is equal to 17 by 3 എന്ന് പറഞ്ഞു കിട്ടും. This is the y coordinate. So what is P? The point P എന്ന് പറയുന്നത് 4,17 by 3. So we got the point P as 4,17 by 3 and particularly y എന്ന് പറയുന്നത് 17 by 3 ആണ്. Understood? This is how we should approach the problem. So ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്ന പോയിന്റ് P on the same line ആണ്. അത് വേറെ 2 പോയിന്റ്സിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു, സെയിം ലൈനിലുള്ള 2 പോയിന്റ്സിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ആ സ്ലോപ്പ് തന്നെ ആയിരിക്കും ഇൻ ബിറ്റ്വീൻ വേറെ 2 പോയിന്റ്സ് എടുക്കുന്നു. അതായത് ഇനിഷ്യൽ പോയിന്റ് 3,5 ആണെങ്കിൽ 3,5ഉം ഈ പോയിന്റ് പിയും തമ്മിലുള്ള സ്ലോപ്പും നമ്മൾ എടുത്തു. അതിൽ നിന്ന് സോൾവ് ചെയ്തെടുത്താണ് നമുക്ക് y കോർഡിനേറ്റ് കിട്ടിയത്. അണ്ടർസ്റ്റുഡ്? തേർഡ് ക്വസ്റ്റ്യൻ, prove that the points 1, 3, 2, 5, 3, 7 are on the same line. അതായത് നമ്മളിപ്പോ സപ്പോസ് ഒരു ലൈൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പോയിന്റ് എ എന്ന് പറയുന്നത്
1 3 ആണെങ്കിൽ പോയിന്റ് ബി എന്ന് പറയുന്നത് അനദർ 0.25 ആൻഡ് പോയിന്റ് സി എന്ന് പറയുന്നത് 3,7 ആണെന്ന് വിചാരിക്കുക. അപ്പം 3 പോയിന്റ്സ് ഉണ്ട്. ഈ 3 പോയിന്റ്സും സെയിം ലൈൻ നമ്മൾ പ്രൂവ് ചെയ്യണം. ഹൗ ക്യാൻ യു പ്രൂവ്? നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സ്ലോപ്പ് ബിറ്റ്വീൻ ബി ആൻഡ് എ കണ്ടുപിടിക്കുക, സ്ലോപ്പ് ബിറ്റ്വീൻ സി ആൻഡ് ബി കണ്ടുപിടിക്കുക. ഇവരുടെ സ്ലോപ്പുകൾ സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദീസ് പോയിന്റ്സ് ആർ ലൈ ഓൺ ദ സെയിം ലൈൻ എന്ന്. ഇപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് എയുടെ 1 3യും അടുത്ത പോയിന്റ് 2 5ഉം തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. അപ്പം സ്ലോപ്പ് ഓഫ് എ ബി എന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി, ദിസ് പോയിന്റ് ബി ഓർ എ ആൻഡ് ദിസ് ഇസ് യുവർ ബി. സ്ലോപ്പ് ഓഫ് എ ബി അപ്പം എന്തായിരിക്കും? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഈ ഒരു ഒറ്റ ഇക്വേഷനേ ഉള്ളൂ നമുക്കിവിടെ. അതാണ് ബേസിക്സ്. സോ y2 ഇസ് യുവർ 5 മൈനസ് 3 ഇങ്ങനെയാണ് പോകുന്നത്. ഡിവൈഡ് ബൈ x2 ഇസ് 2 മൈനസ് 1 ആൻഡ് വാട്ട് യു വിൽ ഗെറ്റ്? 5 minus 3 is 2, 2 minus 1 is 1, and you get it as 2. Now, considering the point B, 2, 5, C, 3, 7. Now, what is the slope of BC? Same equation, y2 minus y1 divided by x2 minus x1. y2 is your 7 minus 5 divided by x2 is 3 minus 2. 7 minus 5 is 2 by 3 minus 2 is 1. So you can say slope of AB is equal to slope of BC and the slope is nothing but 2. So hence we can say point A, B, C are lying on the same line. എന്ന് കാര്യം എന്താണ്? അവരുടെ സ്ലോപ്പ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടി. കാരണം ഏത് 2 പോയിന്റ്സ് എടുത്താൽ മതി. എ ബി എടുത്തു, ബി സി എടുത്തു, അതുങ്ങളുടെ സ്ലോപ്പ് നോക്കി കഴിഞ്ഞാൽ 2 ഈക്വൽ ആയിട്ട് കിട്ടി. ഹെൻസ് വി ക്യാൻ സേ ദേ ആർ ലൈങ് ഓൺ ദ സെയിം ലൈൻ. അപ്പൊ ഞാൻ പറഞ്ഞേ ഇപ്പൊ പോയിന്റ്സ് വന്നിട്ടുണ്ട്, സ്ലോപ്പ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് പ്രൂവ് ചെയ്യണം. മുമ്പേ 2 പോയിന്റ്സ് വന്നു, അതിൽ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചത് അല്ലെ. സോ ദിസ് ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദിസ് സെക്ഷൻ. അണ്ടർസ്റ്റുഡ്? ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ. Find the coordinates of 2 or more points on the line joining -1, 4 and 1, 2. അപ്പം ഇതിപ്പോ നിങ്ങളുടെ -1, 4 ആണ് ആൻഡ് ഇത് നിങ്ങളുടെ 1, 2 എന്ന് വിചാരിക്കാം. The question is find the coordinates of 2 or more points. ഈ type of question is something different ആണ്. ഇപ്പൊ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കണം ചോദിച്ചാല് ഇതിന്റെ y ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമുക്ക് വേറെ മെത്തേഡ്സും ഉണ്ട്. ഐ തിങ്ക് ദ സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. y ഡിഫറൻസ് കണ്ടുപിടിച്ചേ, അതായത് 2 മൈനസ് 4 എന്ത് കിട്ടും? ഇതിപ്പോ നിങ്ങളുടെ x1 y1 ആണ് ആൻഡ് ഇതിനെ ഞാൻ x2 y2 എന്ന് വിളിച്ചു. അപ്പം y ഡിഫറൻസ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ആണല്ലോ. വാട്ട് ഇസ് y2? 2 മൈനസ് y1 എന്താണ്? 4. വാട്ട് യു ഗെറ്റ്? y ഡിഫറൻസ് -2. ഓക്കെ, കീപ് ഇറ്റ് ഇസ് there. ഇനി എക്സ് ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചേ. അതായത് when you are asked to find the 2 more points on the line, ഈ ഒരു ലൈനിൽ ജോയിൻ ചെയ്യുന്ന 2 പോയിന്റ്സിന് അറിയാം വേറെ 2 പോയിന്റ്സും കൂടെ ഈ ലൈനിൽ ജോയിൻ ചെയ്യുന്ന വേറെ 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് സിംപ്ലസ്റ്റ് ടെക്നിക്ക്. y തന്നിരിക്കുന്ന പോയിന്റുകളുടെ y ഡിഫറൻസും എക്സ് ഡിഫറൻസും കണ്ടുപിടിക്കാം. y ഡിഫറൻസ് കണ്ടുപിടിച്ചു, -2 എന്ന് കിട്ടി. എക്സ് ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. x2 മൈനസ് x1. കാര്യം y2 മൈനസ് y1 ആണ് എടുത്തത്, അതേപോലെ തന്നെ x2 മൈനസ് x1 എടുക്കണം. അപ്പൊ x2 എന്ന് പറയുന്നത് 1 ആണ്, x1 എന്ന് പറയുന്നത് -1 ആണ്. ആൻഡ് വി ഗെറ്റ് ഇറ്റ് ആസ് 2 ആണല്ലോ. സോ y ഡിഫറൻസ് -2ഉം എക്സ് ഡിഫറൻസ് +2 ആണ് കിട്ടിയത്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് ഈ പോയിന്റ്, അതായത് എന്റെ 1, 2വിനകത്ത് ഞാൻ ഈ y ഡിഫറൻസും എക്സ് ഡിഫറൻസും ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പം പ്ലസ് സൈൻ ആണെങ്കിൽ പ്ലസ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഓക്കെ, സോ ഈ 1, 2വിന്റെ കൂടെ 1 എക്സ് കോർഡിനേറ്റ് ആണല്ലോ ഇതിന്റെ y കോർഡിനേറ്റും ആണ്. എക്സ് കോർഡിനേറ്റിന്റെ കൂടെ എത്ര ഞാൻ ആഡ് ചെയ്യേണ്ടത്? 2 ആഡ് ചെയ്യണം. 1 + 2. പക്ഷെ വൈയില് ഞാൻ എന്താണ് ചെയ്യുന്നത്? -2 ആണ് അല്ലെ. അതായത് -2 ഞാൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ adding -2. That means 2 - 2. So what is the point I'm getting? 2 + 1 is 3, 0. മനസ്സിലായോ?
നിങ്ങളിപ്പോ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടി. -1 4ഉം 1 2 ഉണ്ട്. 1 2നെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് -1 4 എടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ രണ്ട് പോയിന്റ് ഉണ്ട്, ആ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ നമുക്ക് രണ്ട് സൈഡിലേക്കും, ആണല്ലോ. ഞാൻ പറയാണ്, എനിക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് ലൈൻ ജോയിൻ ചെയ്ത് ഇവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്താം. ഇനി അതല്ല, കോർഡിനേറ്റ്സ് ബാക്കി കണ്ടുപിടിക്കണമെങ്കിൽ ഐ ഹാവ് ടു എക്സ്റ്റെൻഡ് ദിസ് ലൈൻ, ആണല്ലോ. ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് കണ്ടുപിടിച്ചതാണ് ഈ 3 0 എന്ന് പറയുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതായത് എക്സ് കോർഡിനേറ്റിനകത്ത് എന്ത് എക്സ് ഡിഫറൻസ് ആഡ് ചെയ്യണം, ദാറ്റ് ഇസ് +2. അത് നെഗറ്റീവ് സൈൻ ഇല്ല, +2 ആഡ് ചെയ്തു. ആൻഡ് വൈക്കകത്ത് നമ്മൾ എന്താണ് ചെയ്തത്? -2 ആഡ് ചെയ്തു. അതായത് 2 + -2 വൈ ഡിഫറൻസിനെ ആഡ് ചെയ്തു. സോ 2 - 2 0യും കിട്ടും, 1 + 2 3യും കിട്ടി. സോ ദ ന്യൂ പോയിന്റ് ഇസ് 3 0. അപ്പം -1 4 കിട്ടി, ഇനിയും 1 2 കിട്ടി. ഇനി ഒരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ 3 0ന്ന് വേണം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ, ആണല്ലോ. ഈ 3 0ന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് അല്ലെ. അപ്പം 3 0 പോയിന്റ് എടുത്തു, അതിലേക്ക് എക്സ് ഡിഫറൻസും വൈ ഡിഫറൻസും ആഡ് ചെയ്യുമ്പം എക്സ് ഡിഫറൻസ് എത്രയാണ്? +2ഉം വൈ ഡിഫറൻസ് എത്രയാണ്? -2 ആണ്. വാട്ട് വിൽ ബി ദ കോർഡിനേറ്റ്? 3 + 2 5 വരും, 0 - 2 -2ഉം വരും. സോ ദ ന്യൂ കോർഡിനേറ്റ് ഓവർ ഹിയർ ഇസ് 5 - 2. ഇതിപ്പോ നമ്മൾ ഹാൻഡ് ഡ്രോൺ ആയിട്ട് വരച്ചോണ്ടാണ്. -1 4 വിൽ ബി ഹിയർ, 1 2 ഇവിടെ ആയിട്ട് വരും. 3 0 എന്ന് പറയുന്നത് ലൈങ് ഓൺ ദി എക്സ് ആക്സിലെ ഒരു പോയിന്റ് ആണ്. ആൻഡ് ഇത് എക്സ് ആക്സ് ആണ്. 5 - 2 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഈ നമ്മൾ കണ്ടുപിടിച്ച ഈ 4 പോയിന്റ്സിനെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കേ. വാട്ട് യു വിൽ ഗെറ്റ്? ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ, ആണല്ലോ. ഈ സ്ട്രേറ്റ് ലൈൻ ആണല്ലോ. കറക്റ്റ് നമ്മൾ പോയിന്റ്സ് ഒക്കെ എടുത്ത് വരയ്ക്കാമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന 4 ഇപ്പൊ കിട്ടി, 4 പോയിന്റ്സ് കിട്ടി നമുക്ക് അല്ലെ. 2 more പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഒന്ന് 3 0യും ഒന്ന് 5 - 2. അപ്പൊ ജസ്റ്റ് ചുമ്മാ നമ്മളൊന്ന് ഹാൻഡ് റൗണ്ട് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ. ആൻഡ് ഈ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് താഴേക്ക് പോകുന്ന ലൈൻ, അതായത് 5 - 2 നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ താഴേക്ക് പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ, അതായത് ഹിൽ ഡൗൺ ആണ്. അപ്പൊ താഴേക്ക് പോകുന്ന സ്ട്രേറ്റ് ലൈൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ജസ്റ്റ് ഫോർ ദ ഷോർട്ടി, അതായത് നമ്മൾ ചെയ്ത് ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി 5 - 2ന്റെയും 3 0ന്റെയും ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ഒന്ന് എടുത്ത് നോക്കിയേ. വാട്ട് യു വിൽ ഗെറ്റ്? -2 - 0. You will get -2 divided by 5 - 3 2 -1. ഇനി ഈ രണ്ട് പോയിന്റ്സിന്റെ സ്ലോപ്പ് നോക്കി, ഇനിഷ്യൽ തന്നേക്കുന്ന പോയിന്റ്സിന്റെ -1 4ന്റെയും 1 2ന്റെയും സ്ലോപ്പ് നോക്കിയേ. വാട്ട് യു വിൽ ഗെറ്റ്? 2 - 4 -2 divided by 1 minus of -1. It is 2. You will get -1. ഇപ്പൊ സ്ലോപ്പ് സെയിം അല്ലേ? അതായത് നമ്മൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത ഇതിന്റെ സ്ലോപ്പും ആൻഡ് ഈ രണ്ട് പോയിന്റ്സ് എടുത്തു, ഇതിന്റെ സ്ലോപ്പും എന്താണ്? ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദീസ് പോയിന്റ്സ് ആർ ഓൾ ലൈങ് ഓൺ ദ സെയിം ലൈൻ. ഓക്കെ, ഇങ്ങനെയാണ്. ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് സിംപ്ലസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. വൈ ഡിഫറൻസും എക്സ് ഡിഫറൻസും കണ്ടുപിടിക്കുക, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ആഡ് ചെയ്ത് പോവാം. ഇനി അല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് -1 4 വേണമെങ്കിലും ഇതേ പറഞ്ഞ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. Understood? Now, coming to the next question, find the slope of the line joining 2 3 and 3 -1. അപ്പൊ നമുക്ക് 2 3യും 3 -1 ഉണ്ട്. അപ്പൊ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 - y1 divided by x2 - x1 ആണല്ലോ. സോ വാട്ട് ഇസ് ദ x2? ഇപ്പൊ ഇതിപ്പോ ഞാൻ ബാക്ക്വേർഡ്, ഇതാണ് എന്റെ x2. സോ -1 - 3 divided by x2 is 3 - 2. -1 - 3 എന്തായിരിക്കും? -4 divided by 3 - 2 is 1, and the slope is -4. Understood? Now check whether this line passes through 5 6. So check whether this line passes through point 3 5 6. അപ്പൊ നമ്മളിപ്പോ എടുക്കുന്ന point 3 -1ഉം, അതായത് അടുത്തൊരു പോയിന്റ് വന്നു, അതായത് ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ ആണെങ്കിൽ ഈ ലൈനിലെ രണ്ട് പോയിന്റ്സ് കിട്ടി. അടുത്ത ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കാണ് 5 6 ഈ ലൈനിൽ ഉള്ളതാണോ ചെക്ക് ചെയ്യാൻ പറയാണ്. അപ്പൊ നമുക്ക് 3 - 1ഉം 5 6ന്റെ സ്ലോപ്പ് എടുത്താൽ മതിയല്ലോ.
ഇതിന്റെ സ്ലോപ്പ് ഈക്വൽ ടു -4 ആണെങ്കിൽ we can say 5, 6 is a point that is passing through this line. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിച്ചേ. സോ the new slope എന്ന് പറയുന്നത് x6 അതായത് y2 minus y1, 6 minus -1 divided by x2 is 5 minus x2 minus x1 3. അപ്പം 6 minus of -1 is +1 by 5 minus 3 is 2. And the answer we are getting it as 7 by 2. So the slope is not equal to -4. Therefore, the 0.56 does not lie on this line, or the line does not pass through 0.56. Does not lie on the line. അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് അടുത്തടുത്ത പോയിന്റ്സ് ആണ്. ഇനി അതല്ല 2, 3 വെച്ച് വേണമെങ്കിലും കമ്പയർ ചെയ്യാം. 2, 3 5, 6 കൂടെ എടുത്താലും മതി. ഇപ്പൊ 2, 3 5, 6 എടുത്താലും സ്ലോപ്പ് എന്ത് കിട്ടും അതും വേണേ ചെക്ക് ചെയ്യാം. 6 minus 3, 3 divided by 5 minus 2 is 3. സ്ലോപ്പ് is 1. എന്നാലും സ്ലോപ്പ് സെയിം അല്ല. അപ്പൊ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റും അത് ഒന്നുകിൽ 2, 3 വെച്ച് കമ്പയർ ചെയ്യുക, അല്ല 3 -1 ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ ഞാൻ 3 -1 ആയിട്ട് എടുത്തപ്പോൾ സ്ലോപ്പ് 7 by 2 ആണ്. ആൻഡ് 2, 3 ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ സ്ലോപ്പ് കിട്ടുന്ന 1 ആണ്. ദാറ്റ് മീൻസ് the slope is not at all equal to -4. -4 ആയിട്ട് ഒരു തരത്തിലും അത് ഈക്വൽ ആകുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്, ആ 5, 6 കൂടെ അല്ല ആ ലൈൻ പാസ് ചെയ്യുന്നതെന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? വാട്ട് അബൌട്ട് ദ പോയിന്റ് 5 minus 9? ഇപ്പൊ ചോദിക്കാണ് വാട്ട് അബൌട്ട് ദ 5 minus 9, ഡസ് ഇറ്റ് പാസ് ത്രൂ ഇറ്റ്? ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ പോയിന്റ് 2, 3 വെച്ചെടുക്കാം. 2, 3 5 minus 9. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് 5 minus 9 വേണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പോയിന്റ്. അതും വേറൊരു പോയിന്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒന്നെങ്കിൽ 2, 3 എടുക്കാം, അല്ലെ 3 -1 എടുക്കാം. നമുക്ക് രണ്ടും എടുത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും കിട്ടുക? വാട്ട് ഇസ് ദ സ്ലോപ്പ്? നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. y2 is -9 minus 3 divided by 5 minus 2. -9 minus 3 is -12 divided by 5 minus 2 is 3. Slope is -4. Answer is correct, which is equal to -4 തന്നെയാണ്. ഇനി നമുക്ക് മറ്റേ പോയിന്റ് കൂടെ എടുത്ത് നോക്കാം. 2, 3 വെച്ചല്ല നമ്മളിപ്പോ കമ്പയർ ചെയ്തേ. ഇനിയും 3 -1 വെച്ചിട്ട് നമുക്ക് വേണമെന്ന് ചെക്ക് ചെയ്തേക്കാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ജസ്റ്റ് ഫോർ ദി സേക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ എടുത്താൽ ഏത് പോയിന്റ് എടുത്താലും സാറ്റിസ്ഫൈ ആവണം എന്നാണ്. ഇപ്പൊ 3 -1 ആയിട്ട് എടുക്കുമ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും വരിക? -9 minus of -1. ഇപ്പൊ +1 വരും. ഡിവൈഡ് ബൈ 5 minus 3. -9 +1 എത്ര? -8 divided by 5 minus 3 is 2 and the answer is -4. So ഇങ്ങനെ ഏത് പോയിന്റ് എടുത്താലും അപ്പൊ മനസ്സിലായല്ലോ. 5 -9 ആണ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. മറ്റേത് ഇനിഷ്യൽ പോയിന്റിലെ നമ്മുടെ ക്വസ്റ്റ്യനിലെ 2, 3 ഒന്നെങ്കിലും എടുക്കാം, അല്ലെ 3 -1. ഏതെടുത്തപ്പോഴും slope we are getting it as -4. So this point 5 minus 9 lies on the line. The 5 -9 ആണെങ്കിൽ ഇത് 3 -1. It is a നെഗറ്റീവ്, താഴോട്ട് പോകുന്ന ഒരു നെഗറ്റീവ് ലൈൻ വേണം പറയാം. അല്ലെങ്കിൽ താഴോട്ട് പോകുന്നു, ഹിൽ സൈഡ് ഡൗണിന്റെ കേസ് പോലെ താഴോട്ട് പോകുന്ന ലൈനാണ്. കാരണം നെഗറ്റീവ് കൂടി വരുമല്ലോ y കോർഡിനേറ്റിന്റെ. അത് ഓർത്താൽ മതി. Now let's see one last question from this set. A line is drawn by joining the points 1, 2 and 4, 3. What is its slope? And if 7m is a point on this line, find the value of m. അപ്പം ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓവർ ഹിയർ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 1, 2, 4, 3 ആണ് അല്ലെ. അപ്പം y2 minus y1 divided by x2 minus x1 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാട്ട് വിൽ ഗെറ്റ്? 3 minus 2 divided by 4 minus 1. 3 minus 2 is 1, 4 minus 1 is 3. Slope is 1 by 3. You get the first question. Now, if 7m is the point on the line, 7m എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻക്രീസിങ് ലൈൻ ആണ്. കാരണം 1, 2 പോസിറ്റീവ് വാല്യൂസ് ആണല്ലോ കൂടി വരുന്നത്. 4, 3. അപ്പം 7m എന്ന് പറയുന്നത് ഇസ് എ പോയിന്റ് ഓൺ ദ ലൈൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ദ സ്ലോപ്പ്, ഇതിന്റെ അക്രോസ് ഉള്ള സ്ലോപ്പ് 1/3. അത് തന്നെയായിരിക്കും ഇതിന്റെ സ്ലോപ്പും. കാര്യം എന്താണ്? ബിക്കോസ് ദേ ആർ lying on this same line അല്ലെ 7m എന്ന് പറയുന്നത്. So slope of line joining
ഏതൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത്? 4, 3യും 7m എടുക്കാം അല്ലെ? 7m എന്ന് പറയുന്നത് എന്താന്ന് കണ്ടുപിടിക്കാമല്ലോ. That is, the slope will be 1/3, which is equal to y2. Your y2 is m, right? y2 minus y1 divided by x2 minus x1. So 1/3 is equal to m minus 3 divided by 7 minus 4 എത്ര? 3 വരും അല്ലെ? So cross multiply ചെയ്യുന്നു, you get ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തും എടുക്കാം. So 3 is equal to 3 into m minus 3. 3 on both sides cut ആയി പോവും. So 1 is equal to m minus 3, or m is equal to 3 plus 1 is equal to 4. So m ന്റെ വാല്യൂ എന്താണ്? 4. And what is the coordinate? ആ പോയിന്റ് എന്ന് പറയുന്നത് 7,4 ആയിരിക്കും. So this is how we should find the concept. This is how we should find the value of m using the concept of slope. Understood? Now, let's do a quick recap of what we have learned. So, നമ്മൾ കണ്ടു, when the x coordinate and y coordinate both different ആയിരിക്കുമ്പോൾ, the line is always a slanted line which is not parallel to either axis. ഒന്നെങ്കിൽ അത് ഇങ്ങനെ പോകുന്നതായിരിക്കും, hill side up ആയിരിക്കും, അല്ലെങ്കിൽ hill side down cases ആയിരിക്കും വരിക. Now, in any line which is not parallel to either axis, the change in y എന്ന് പറയുന്നത് is always proportional to change in x ആണ്. And we have seen the major equation which come across in this section is slope. That is, slope is equal to y difference by x difference. And we have seen the mathematical equation, that is y2 minus y1 divided by x2 minus x1. And we have seen the problems using the concept of slope. എങ്ങനെയാണ്, അതായത് പോയിന്റ് വന്നിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി സ്ലോപ്പിന്റെ കോൺസെപ്റ്റ് വെച്ച് കണ്ടുപിടിച്ചിട്ട് വേറൊരു പോയിന്റ് കണ്ടുപിടിക്കാന്, പിന്നെ പോയിന്റിനകത്തെ കോർഡിനേറ്റ് പെർട്ടിക്കുലർലി എക്സ് കോർഡിനേറ്റോ വൈ കോർഡിനേറ്റോ അങ്ങനെ പറഞ്ഞ് പിന്നെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 3 points are lying on the same line എന്ന്. അങ്ങനെ different problems നമ്മൾ സോൾവ് ചെയ്ത് കണ്ടു. And that's all for this section. Manorama Horizon. Learning made simple.